മറ്റൊന്നിലേക്ക് ഷാനിമോൾ ഉസ്മാനെതിരെയും എം ലിജീവിനെതിരെയും ആലപ്പുഴ കോൺഗ്രസിൽ പടയൊരുക്കം. 3 തവണ തോറ്റവനും 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ജയിച്ചവരും സീറ്റ് ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് KPCC സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി മീഡിയ വണ്ണോട് പറഞ്ഞു. ഇവർ പാർട്ടിക്ക് ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്നും ത്രിവിക്രമൻ പറയുന്നു. 3 തവണ തോറ്റവരും 5 തവണ മത്സരിക്കാൻ അവസരം കിട്ടുകയും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തവർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് സ്വയം പ്രഖ്യാപിച്ച ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇവർ അങ്ങിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊരു ശരിയായ ഒരു രീതിയല്ല. പാർട്ടിക്ക് നിരന്തരമായി തോക്കുന്ന ആളുകൾ പിന്നെയും സ്ഥാനാർത്ഥി പട്ടികയിൽ എങ്ങനെ കടന്നു വരുന്നതിനെ കുറിച്ച് നമുക്കറിയുന്നില്ല. വിനബിലിറ്റിയാണ് പാർട്ടി എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ. പക്ഷേ ഈ വിനബിലിറ്റി ഇല്ലാത്ത 3 തവണ പരാജയപ്പെട്ട ഒരാൾക്ക് വിനബിലിറ്റി എങ്ങനെ 4ാം തവണ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഈ ചോദിക്കും 3 തവണ തോറ്റാണ് 4ാമത് സീറ്റ് ചോദിക്കുന്നതിന് ഒരു ഉടുപ്പ് വേണം. അതായത് ഇവർക്കാർക്കുമില്ല. അങ്ങനെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അവസരം കിട്ടി. 30 വർഷം മുമ്പ് തച്ചരി പ്രധാനോടൊപ്പം എൻ്റെ പേര് K. കരുണാകരൻ നിർദ്ദേശിച്ച കാര്യം കൊടുത്തത്. ഇപ്പം ഈ തവണയുണ്ട് പാനൽ. കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്തും നമ്മുടെ പേര് പരിഗണിക്കുന്നതല്ലാതെ സീറ്റ് കിട്ടാറില്ല. എന്താണ് ഇവരുടെയൊക്കെ ഒരു അട്രാക്ഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല. ഇവരുടെ സംഭാവന എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും സ്ഥാനമാനങ്ങളെല്ലാം ഇവർക്ക് തന്നെ 2 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നതിനകത്ത് ഇത്തരം കൊള്ളയടിക്കാരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ശരി, ഫൈസൽ അസീസ് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ, ഇതൊരു ഒറ്റപ്പെട്ട പ്രതികരണമാണോ അതോ പാർട്ടിയിൽ ആ നിലയ്ക്കുള്ള ഒരു അതൃപ്തി ഉണ്ടോ? നിഷാദ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മൂന്ന് തവണ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് തോറ്റ ആളാണ് ഈ എം ലിജു എന്ന് പറയുന്നത്. എം ലിജുവിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്യമായി ഈ ഒരു KPCC സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി പരസ്യമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം പറയുന്നത് 3 തവണ മത്സരിച്ച് തോറ്റ ആൾക്കും 5 തവണ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മത്സരിച്ച് 5 തവണ മത്സരിക്കാൻ അവസരം കിട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ജയിച്ചവർക്കും ഇനിയും സീറ്റ് നൽകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് 3 തവണ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് എം ലിജു. അതുപോലെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 5 തവണ മത്സരിക്കാൻ അവസരം കിട്ടുകയും അതിൽ 2019 തെരഞ്ഞെടുപ്പിൽ മാത്രം വിജയിക്കുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥി, ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഷാനിമോൾ ഉസ്മാൻ. ഇവർക്ക് 2 പേർക്കും മാത്രമാണ് ഇപ്പോൾ പ്രധാനമായും KPCC പരിഗണിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയതാണ് ഇവർക്ക് 2 പേർക്കും. അതായത് DCC പ്രസിഡന്റ് സ്ഥാനം, KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഇവർ. ഇത്തരം ആൾക്കാർ എന്താണ് പാർട്ടിക്ക് വേണ്ടി ചെയ്തത്? ഇവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വിന്നബിലിറ്റി, അതാണ് വിജയം മുൻനിർത്തിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതെങ്കിൽ ഈ 3 തവണ ഒരേ മണ്ഡലത്തിൽ മത്സരിച്ച് 3 തവണ തോറ്റയാൾക്ക് എന്ത് വിന്നബിലിറ്റിയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, ഇത്തരം പ്രവണതകൾ, അതായത് ഈ കുറച്ചുപേരെ മാത്രം സ്ഥാനാർത്ഥിയാക്കുകയും അവരെ മാത്രം പരിഗണിക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി മറ്റുള്ള അവസരമാണ് നഷ്ടമാകുന്നതെന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. കാരണം അദ്ദേഹം 30 വർഷത്തോളം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതുവരെയും ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തന്നെയും ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ അദ്ദേഹം പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഇവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഴികെ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായാലും മത്സര രംഗത്തേക്ക് മുന്നോട്ട് വരുന്നതാണ്. അതായത് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വരുന്നതാണ് ഇവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് പറ്റില്ല. പകരം മറ്റു ഉയർന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു കടുത്ത വിമർശനമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്നവരാണ് ഇവർ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിഹാസം കൂടി ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് KPCCയുടെ സെക്രട്ടറി പരസ്യമായി ഇവർക്കെതിരെ ഉന്നയിക്കുന്നത്. എം ലിജുവിനെതിരെയും ഷാനിമോൾ ഉസ്മാനെതിരെയും ഉന്നയിക്കുന്ന, അദ്ദേഹം പേരെടുത്ത് പറയുന്നില്ല എങ്കിലും അവരിലേക്കാണ് ഈ ഒരു വിമർശനം പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സാമുദായിക
ഈ സാമുദായിക സമവാക്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവരെയും പാർട്ടി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇവർ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇവരുടെ സമുദായത്തിൽ നിന്ന് ഏതാളെയാണ് ഇവർ പാർട്ടിയിലേക്ക് ചേർത്തത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പരസ്യമായി തന്നെ ഇവരുടെ അതൃപ്തി അറിയിച്ച് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുക. അദ്ദേഹം KPCCക്ക് ഈ ഒരു അതൃപ്തിയെ അറിയിച്ചിട്ടുമുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ഈ അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം കാര്യമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി എന്നാണ് അദ്ദേഹം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. M ലിജുവിനെയും ഷാനിമോൾ ഉസ്മാനെയും പരിഗണിക്കരുത് എന്നാണ്. സീറ്റ് കിട്ടാത്ത ആളുകൾ, പരിഗണിക്കപ്പെടാത്ത ആളുകളുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്.